ക്രിക്കറ്റിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. IPL ചാമ്പ്യന്മാർ തന്നെ ചാമ്പ്യന്മാർ. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നിലം പരിശാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് IPL കിരീടം. കൊൽക്കത്തയുടെ മൂന്നാമത്തെ കിരീട നേട്ടമാണിത്. ഈ സീസണിലെ IPL ഗ്രൂപ്പ് ചാമ്പ്യന്മാരും കൊൽക്കത്തയായിരുന്നു. ഇപ്പോൾ ഇതാ IPL കിരീടവും അവർ ചൂടിയിരിക്കുകയാണ്. ഈ സീസണിൽ മികച്ച കളി തന്നെയായിരുന്നു കൊൽക്കത്ത പുറത്തെടുത്തത്. സമ്പൂർണ്ണ ആധിപത്യം സീസണിലുടനീളം പുറത്തെടുത്ത ശൈലി ഫൈനലിലും ആവർത്തിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ബൗളിങ്ങിലെ കൃത്യതയും ഫീൽഡിങ്ങിലെ കണിശതയും ബാറ്റിങ്ങിലെ വെടിക്കെട്ടും കൊൽക്കത്തയ്ക്ക് സമ്മാനിച്ചത് IPL ചരിത്രത്തിലെ മൂന്നാം കിരീടം. ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉയർത്തിയ 114 എന്ന വിജയലക്ഷ്യം അനായാസം 10.3 ഓവറിൽ കൊൽക്കത്ത മറികടക്കുകയായിരുന്നു. എത്ര ചെറിയ സ്കോറാണെങ്കിലും ഫൈനലിൽ കളത്തിലിറങ്ങുമ്പോൾ സമ്മർദ്ദമുണ്ടാക്കാൻ സാധ്യതയേറെയാണ്. പലപ്പോഴും അത് താരങ്ങൾ അതിജീവിക്കുന്നത് പ്രത്യാക്രമണത്തിലൂടെയാണ്. ഈ തന്ത്രം തന്നെയായിരുന്നു 114 എന്ന ലക്ഷ്യത്തിലേക്ക് എടുക്കാൻ കൊൽക്കത്തയും ഉപയോഗിച്ചത്. സുനിൽ നരയൻ 6 റൺസെടുത്ത് കമ്മിൻസിന് മുന്നിൽ കീഴടങ്ങിയത് ഒഴിച്ചാൽ പവർ പ്ലേയിൽ കൊൽക്കത്തയ്ക്ക് ഫുൾ മാർക്കും അർഹിക്കുന്നു. താളം കണ്ടെത്തുന്നതിൽ റഹ്മാനുള്ള കുർബാസ് ബുദ്ധിമുട്ടിയപ്പോൾ വെങ്കിടേഷ് കളമറിഞ്ഞു കളിച്ചു. ഭുവനേശ്വർ കുമാർ, പാറ്റ് കമ്മിൻസ്, നടരാജൻ പേസ്ത്രയത്തിൻ്റെ വേരിയേഷനുകളും സ്വിങ്ങുകളുമെല്ലാം ഗ്രീസ് വിട്ടായിരുന്നു വെങ്കിടേഷ് നേരിട്ടത്. പവർ പ്ലേയിൽ നേരിട്ട 12 പന്തിൽ 7 ഇടംകയ്യൻ ബാറ്റർ ബൗണ്ടറിയിലെത്തിച്ചു. ഹൈദരാബാദിൻ്റെ പവർ പ്ലേ സ്കോറായ 40 റൺസ് ഒറ്റയ്ക്ക് വെങ്കിടേഷ് നേടി. ആദ്യ 6 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ തന്നെ കൊൽക്കത്ത കിരീടം ഉറപ്പിച്ചിരുന്നു. എതിരാളികളെക്കാൾ 32 റൺസ് അധികം പവർ പ്ലേയിൽ കൊൽക്കത്തയ്ക്ക് നേടാനായി. 6 ഓവർ പൂർത്തിയാകുമ്പോൾ 72-ൽ 1. 32 പന്തിൽ 39 റൺസെടുത്ത ഗുർബാസിനെ വിക്കറ്റിന് മുന്നിൽ കീഴടക്കി ഷഹബാസ് ഹൈദരാബാദിന് 2ാം വിക്കറ്റ് സമ്മാനിച്ചപ്പോഴേക്കും കൊൽക്കത്ത വിജയത്തോട് അടുത്തിരുന്നു. 24 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച് വെങ്കിടേഷ് അയ്യർ കളിയിലെ താരമായി. വെങ്കിടേഷ് വിജയ റൺ കുറിക്കുമ്പോൾ നായകൻ ശ്രേയസ് അയ്യറും 6 റൺസോടെ മറുവശത്തുണ്ടായിരുന്നു. ഏതായാലും ഈ IPL പൂർത്തിയാകുമ്പോൾ ചാമ്പ്യനായി കൊൽക്കത്ത വാഴുകയാണ്. ക്രിക്കറ്റിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തും.